മലയാളി നേഴ്സായ നിമിഷപ്രിയ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ വാട്സപ്പിൽ ഇട്ടിരിക്കുന്ന ഉദയസൂര്യൻ്റെ പടം പോലെ തന്നെ മറ്റൊരു ഉദയസൂര്യനെ കാണാൻ നിമിഷപ്രിയയ്ക്ക് സാധിച്ചു. തൽക്കാലത്തേക്ക് വധശിക്ഷ മരവിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് രണ്ട് ഭാഗങ്ങളിലായിട്ട് പോവുകയാണ്. ഒന്ന് നമ്മുടെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഗവർണർ തുടങ്ങിയവരുടെ ഇടപെടൽ കൊണ്ടാണെന്ന് ഒരു ഭാഗം പറയുന്നു. മറ്റൊരു ഭാഗം പറയുന്നത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലാണ്. ശരിക്കും സാറിന് എന്താണെന്ന് തോന്നുന്നു? എനിക്ക് തോന്നുന്നു, എനിക്ക് ശുഭാംശു ശുക്ല ഇന്നലെ വന്ന് ഇറങ്ങിയ ദിവസമാണ്. ഭൂമിയിലേക്ക് ബഹിരാകാശത്ത് നിന്ന് ആവേശകരമായിട്ടുള്ള സ്വീകരണങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട്, വിദൂരത്തിലിരുന്നു കൊണ്ടുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കടലിലെ അതിൻ്റെ കപ്പലിൻ്റെ കൃത്യമായിട്ടുള്ള ഫോറിൽ കൃത്യമായിട്ട് ഉപഗ്രഹ പേടകം വന്നു ചേർന്ന് കൃത്യമായിട്ട് അദ്ദേഹം പുറത്തേക്കിറങ്ങി. ലോകത്തിൻ്റെ മുഴുവൻ ആവേശമായി അദ്ദേഹത്തിൻ്റെ സഹയാത്രികരും ഗഗനചാരികൾ. പക്ഷേ ഇതുപോലെ വളരെ സങ്കീർണമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. യമൻ പോലൊരു രാജ്യത്ത് നിന്ന് നമ്മുടെ ഒരു പൗരയുടെ വധശിക്ഷ എന്ന് പറയുന്നത് മാറ്റിവെക്കുക എന്ന് പറയുന്നത് തലനാരിഴ കീറിയാൽ പോലും മാറ്റാത്തത്ര വലിയ മതശാസനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ന് യമൻ. അവിടുത്തെ ഔദ്യോഗിക ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഹൗത്തികളും തമ്മിൽ വർഷങ്ങളായി നീണ്ടുനിന്ന പോരാട്ടം ആണ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പോരാട്ടം. ഈ പോരാട്ടത്തിൽ ഇപ്പോൾ മേൽക്കൈ ലഭിച്ചിരിക്കുന്ന ഹൗതി എന്ന് പറയുന്ന വിഭാഗത്തിനാണ്. അവരാണെങ്കിൽ മതശാസനകളാലുള്ള ഒരു ഭരണമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മതശാസനകളാൽ നടത്തപ്പെടുന്ന ഭരണമായതുകൊണ്ടും ഏതു നിമിഷവും ഔദ്യോഗിക പക്ഷം അത് പിടിച്ചെടുക്കാം, സന പിടിച്ചെടുക്കാം, തലസ്ഥാനത്തിൻ്റെ പേര് സന എന്നാണ്, പിടിച്ചെടുക്കാം എന്നുള്ളത് കൊണ്ടും ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു വളരെ നയതന്ത്രപരമായിട്ടുള്ള തീരുമാനം, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ആ ഗവൺമെൻറ്റിനെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കവിടെ ഒരു എംബസി ഇല്ല. എംബസി ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് ബാഹ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഇടപെടലില്ലാതെ തന്നെ നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സിറിയയിൽ, ഇറാനിൽ, അതുപോലെ തന്നെ കലാപകുലുഷിതമായിട്ടുള്ള ഇസ്രായേലിൽ, അങ്ങനെയുള്ള എല്ലാ പ്രദേശങ്ങളിൽ നിന്നും നമ്മുടെ പൗരന്മാരെ ഒരു പരിക്കു പോലും പറ്റാതെ മോചിപ്പിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ യമനെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു രാജ്യവുമല്ല, നമ്മൾ അംഗീകരിക്കുന്ന ഒരു രാജ്യമല്ല, ഭരണകൂടവുമല്ല എന്നതുകൊണ്ട് കാര്യങ്ങൾ കുറേ കൂടി സങ്കീർണമാണ്. അവിടെ എന്താണെന്ന് വെച്ചാൽ മതശാസനം അനുസരിച്ചുള്ള ഭരണമാണ്. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാതെയുള്ളതാണ്. അതാണ് അതിൻ്റെ ഗുരുതരാവസ്ഥ എന്ന് പറയുന്നത്. അതിൽ വിട്ടുവീഴ്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവനിന്ദയായിട്ടാണ് ആ ഭരണകൂടം കണക്കാക്കുന്നത്. എന്നു മാത്രമല്ല, കഴിഞ്ഞ ദിവസം BBC-യിൽ ഈ മരിച്ചയാളിൻ്റെ സഹോദരൻ പ്രത്യക്ഷപ്പെടുകയും അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, അതായത് ഖുർആനിൽ പറയുന്നത് ഏതൊരാളിങ്ങനെ കൊല്ലപ്പെട്ടാലും അതിന് പ്രതികാരമെന്ന് പറയുന്നത് കൊന്നയാളിനെ കൊല്ലുക എന്നുള്ള പ്രതികാരം, അത് നിർവഹിക്കപ്പെടാതെ ഞങ്ങൾ സംതൃപ്തരല്ല, കുടുംബത്തിലാരും സംതൃപ്തരല്ല. ഇത് പറഞ്ഞത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. ഇപ്പോഴും അത് തന്നെയാണ്. എന്ന് മാത്രമല്ല, കുടുംബത്തിൻ്റെ തീരുമാനത്തെ സ്വാധീനിക്കുന്നത് അവിടുത്തെ മതപണ്ഡിതന്മാരല്ല, അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരാണ്. ആ ഗോത്രവർഗ്ഗങ്ങളെല്ലാം ഒരേ നിലപാടിലാണ്. ഇത്ര ക്രൂരമായിട്ട് കഷണങ്ങളായി കൊന്നു എന്നുള്ളതാണ് അവരുടെ വെർഷൻ അല്ലെങ്കിൽ വ്യാഖ്യാനം. അപ്പോൾ അതിന് മരണദണ്ഡനം തന്നെ ലഭിക്കണം, അതായത് പരസ്യമായിട്ട് തലവെട്ടി കൊല്ലുക എന്നുള്ള വധശിക്ഷ തന്നെ ഏറ്റുവാങ്ങണം. ഗോത്ര പാരമ്പര്യത്തിലുമൊക്കെയുള്ള ഒരുതരം വധ സമ്പ്രദായമാണത്. ആ സമ്പ്രദായം തന്നെ തുടരണമെന്ന പിടിവാശിയിലാണ് പൊതുവെ ഇസ്ലാമിക സമൂഹമായിട്ടുള്ള, ഇസ്ലാമിക മതമൗലികവാദികളായിട്ടുള്ള ആ ഗോത്രങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോഴത്തെ ഭരണകൂടം നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് ആ സമ്മർദ്ദത്തിന് ഗവൺമെൻറ്റിന് വഴങ്ങേണ്ടതായിട്ട് വരും. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഇക്കാര്യത്തിൽ കാന്തപുരം നമ്മുടെ ഗ്രാൻഡ് മുഫ്തിയായിട്ടുള്ള കാന്തപുരം അബൂബക്കർ മുസലിയാരുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ വളരെയധികം സഹായകമായിട്ടുണ്ട്. അഖിലേന്ത്യാ ജമഅത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള, ഗ്രാൻഡ് മുഫ്തിയായിട്ടുള്ള, നല്ല മനുഷ്യനായിട്ടുള്ള കാന്തപുരം, ആ കാന്തപുരം യമനിലുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കൂട്ടുകാരനും അവിടുത്തെ ഷുറായി കൗൺസിലിൻ്റെ അംഗവുമായ ഷെയ്ഖ് ഹബീദ് ഉമർ എന്നയാളുമായിട്ട് ചർച്ച നടത്തി. അദ്ദേഹവും ഈ കുടുംബവുമായിട്ട് ചർച്ച നടത്തി. പക്ഷേ നെഗറ്റീവായിരുന്നു മറുപടി.
പക്ഷേ ഇദ്ദേഹം പോയിട്ട് ഇത് നടപ്പാക്കുന്ന ആളൊരു പ്രോസിക്യൂട്ടറുണ്ട്. ആ പ്രോസിക്യൂട്ടറോട് പറഞ്ഞിട്ട് ഇക്കാര്യത്തിൽ കുടുംബങ്ങൾ തമ്മിലൊരു തീരുമാനത്തിൽ ഇനിയും വരാൻ കുറച്ചു സമയം കൂടി കൊടുക്കണം എന്ന് പറഞ്ഞു. അത് ഫലിച്ചു. അതുപോലെ തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി അവിടെ തന്നെ ഉണ്ട്. അതുകൂടാതെ നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി അവിടെ ഉണ്ട്. ഇപ്പോൾ പ്രേമകുമാരിയുടെ സഹോദരനും അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുടെ കൺസേർട്ടഡായിട്ടുള്ള എഫർട്ടിൻ്റെ ഒരു ഫലമാണ്. ഇക്കാര്യത്തിൽ നമ്മുടെ കാന്തപുരം സ്വീകരിച്ച നടപടി എപ്പോഴും ശ്ലാഘനീയം തന്നെയാണ്. അദ്ദേഹം തയ്യാറായല്ലോ. അദ്ദേഹത്തിൻ്റെ ഇടപെടലിൻ്റെ ഫലമായിട്ടാണോ ഈ വധശിക്ഷ നീട്ടിവെച്ചത് എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. നമ്മളിപ്പോൾ ഒരു തർക്ക വിഷയമോ ഒന്നും ആണ്ട് അക്രഡിറ്റ് ആരെടുക്കുന്നു എന്നുള്ള പ്രശ്നമല്ല. ദി ഒബ്ജക്റ്റീവ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ദ ഒബ്ജക്റ്റീവ് ഈസ് വധശിക്ഷ എന്നേക്കുമായി ഇല്ലാതാക്കുക. അതിപ്പോഴും സാധ്യമായിട്ടില്ല കേട്ടോ. ഇത് നീട്ടിവെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്, റദ്ദാക്കപ്പെടുന്നില്ല. ഡെമോക്രസിൻ്റെ വാളുപോലെ ഈ മരണം, ഈ വധശിക്ഷ, ഈ വിധി തലയ്ക്കുമീതെ തൂങ്ങുകയാണ്. ഇനി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. കാന്തപുരത്തിൻ്റെ ഇടപെടലിൽ പ്രധാനപ്പെട്ട അതിനകത്ത് അദ്ദേഹം ഒരു മതപണ്ഡിതനാണ്. മാത്രമല്ല വിദേശ നയതന്ത്ര വിഭാഗങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള വലിയൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും സാറിനും ഒക്കെ അറിയാത്ത കുറേ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് മതം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇസ്ലാമിക് മതം. ഒരുപക്ഷെ നമുക്ക് മനസ്സിലായെന്ന് വരത്തില്ല, ഞാനൊരു ഇസ്ലാമിക് ഇതല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. എന്നാലും ഖുറാനെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില വാക്കുകളുണ്ട്. ഒരു വധശിക്ഷയ്ക്കപ്പുറം ഒരാളിനെ കൊല ചെയ്യുക എന്നതിനപ്പുറം അതിന് തത്തുല്യമായിട്ടുള്ള മറ്റൊരു കാര്യത്തിലേക്ക് കടന്നുകൊണ്ട് ഇതിനൊരു രീതിയിലെത്താം എന്നുള്ള അദ്ദേഹം ആ ഒരു മതത്തിലെ അല്ലെങ്കിൽ ഒരു പക്ഷെ ഖുറാനിലെ പറഞ്ഞിട്ടുള്ള അവരുടെ ചില സംഗതികളുണ്ടല്ലോ. അപ്പം ആ ഖുറാനെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം അവരോടൊപ്പം സംസാരിച്ചു. ആ ഒറ്റ പോയിന്റിലാണ് പിടിച്ചു നിൽക്കുന്നത്. കാരണം മതങ്ങൾക്കറിയാലോ, ഇപ്പം ഒരു രാമായണം വായിക്കുന്ന അല്ലെ ഭഗവത്ഗീത അറിയുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് ഭഗവത്ഗീത അറിയാവുന്ന വ്യക്തിയോട് സംസാരിക്കുമല്ലോ. ഒരു പക്ഷെ ഖുറാൻ വായിക്കുന്ന ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ, അപ്പോൾ ഈ ഒരു മതപണ്ഡിതനെ അറിയാം അവരെ ഏത് രീതിയിൽ എങ്ങനെ. അപ്പോൾ ഒരു മനുഷ്യനെ കൊല ചെയ്യുന്നതിനപ്പുറം അതിന് തക്കതായിട്ടുള്ള മറ്റൊരു, അപ്പൊ രക്തപ്പണം നൽകുക, ബ്ലഡ് മണി നൽകുക, അല്ലെങ്കിൽ മാപ്പ് നൽകുക, അതിന് മാപ്പ് പറയിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇത്രയും നാളത്തെ ശിക്ഷ, അപ്പൊ ഇതിന് തത്തുല്യമായിട്ടുള്ള ശിക്ഷാവിധി നൽകിക്കൊണ്ട് ഇതിനെ ചേർക്കാം എന്നുള്ള തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരു പക്ഷേ അതിൽ ആ ഒരു മതപണ്ഡിതൻ എന്നുള്ള രീതിയിൽ അത് കുറച്ചുകൂടി ഈ പല യുദ്ധങ്ങളും സമാധാനത്തിന്റെ വെള്ളക്കൊടി പാറിക്കാൻ വിടുന്നത് കന്യാസ്ത്രീകളെയും ബിഷപ്പുമാരെയൊക്കെ നമ്മൾ വിടാറുണ്ട്. കാരണം അവർക്ക് ആ ഒരു രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാൻ അറിയാവുന്ന. അപ്പം ഒരു പക്ഷെ അതൊക്കെ ആയിക്കൂടെ. ഒരു പക്ഷെ നമ്മുടെ കേന്ദ്ര സർക്കാർ ഇടപെടുന്നത്, നമ്മുടെ ഒരു എംബസി അവിടെ ഇല്ല, യമനുമായിട്ട് അത്ര വലിയൊരു ബന്ധം, നയതന്ത്ര ബന്ധം ഉണ്ടെങ്കിലും വലിയൊരു ബന്ധമുണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത്രയും വർഷം വേണമെങ്കിൽ ഇടപെടാമെന്നല്ലോ. ഈ ഒരു തൊട്ടടുത്ത സമയം കാന്തപുരം ഇടപെട്ടത് കൊണ്ടല്ലേ കുറച്ചുകൂടി അതൊരു, കാരണം ഇതുവരെ ബന്ധുക്കാരുമായിട്ട് സംസാരിക്കാൻ പോലും പറ്റിയില്ലായിരുന്നു. കാന്തപുരത്തിന്റെ ഇതിന് ശേഷമാണ് അവരുടെ റിലേറ്റീവ്സുമായിട്ട് ഇന്നലെ ഒരു ചർച്ച നടത്താൻ തന്നെ സാധിച്ചത്. അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലല്ലേ. കാന്തപുരം ചർച്ച ചെയ്തു, ഷൂറ കൗൺസിലിൻ്റെ ആളും ചർച്ച ചെയ്തു. അവർ നോ ആണ് പറഞ്ഞത്. കാന്തപുരത്തിൻ്റെ ഇടപെടലിനെ നമ്മൾ എപ്പോഴും സ്വാഗതം ചെയ്യുന്നു. കാരണം കാന്തപുരത്തിന്റെ ഈ വധശിക്ഷ ഒഴിവാക്കണമെങ്കിൽ വീട്ടുകാർ പറയാതെ കോടതിക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റും. വീട്ടുകാർ പറയണം, ഓക്കെ ഞങ്ങൾക്ക് രക്തപ്പണം മതി, ബ്ലഡ് മണി മതി, അല്ലെങ്കിൽ ഞങ്ങൾ മാപ്പ് കൊടുക്കുന്നു എന്നും ഒരു വാക്ക് അവരുടെ ബന്ധുക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷപ്രിയ രക്ഷപ്പെടും. അത് ഒരുപക്ഷെ ഒരു മതപണ്ഡിതനല്ല പറ്റത്തുള്ളൂ. കാരണം അങ്ങനെ അത്തരത്തിലുള്ള ഒരു വ്യക്തിക്കല്ല അവരുമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റും. അല്ലെ മറ്റേ കേന്ദ്ര സർക്കാർ അവർ ഒരുപക്ഷെ ഈ രക്തപ്പണം ആവശ്യപ്പെടുവാണെങ്കിൽ അതിന് വേണ്ടുന്ന ചർച്ചകൾ നടത്തി ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന് അത് നിമിഷപ്രിയെ വീണ്ടെടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അല്ലാതെ ഒരു മതപണ്ഡിതൻ എന്ന് പറയുമ്പം നമുക്കറിയാം അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ സ്നേഹവും അല്ലെങ്കിൽ വിശ്വാസവും അല്ലെങ്കിൽ ഒരു ദൈവത്തിൽ അർപ്പിച്ചിട്ടുള്ള ഒരു മനോഭാവവും ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി അവരുമായിട്ട് ഇടപെട്ട് സംസാരിക്കാൻ കഴിയില്ല. ഇവിടെ അതല്ല പ്രശ്നം. ഖുറാൻ അനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. ഖുറാൻ്റെ വാക്കുകൾ ഏത് മതപണ്ഡിതനേക്കാളും വലുതാണ്. പുരോഹിതൻ ഒരു സങ്കല്പം ഇല്ല ഇസ്ലാം മതത്തിന്. പുരോഹിതനെയല്ല അവർ പറയുന്നത്, അല്ല, പരിശുദ്ധ നബി അന്ത്യപ്രവാചകൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് അക്ഷരം പ്രതി അനുസരിക്കുക. അതാണ് റാഡിക്കൽ മുസ്ലിമിൻ്റെ രീതി എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ മൗലികവാദികളായ മുസ്ലിങ്ങളുടെ രീതി. അതിൽ നിന്ന് മാറ്റം വരുന്നവരെ കൊല ചെയ്യാൻ പോലും അനുവാദമുണ്ട് ഖുറാനിൽ. ഞാൻ വായിച്ചിട്ട് അങ്ങനെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്.
അപ്പോൾ അക്ഷരം പ്രതി അത് പാലിക്കുമ്പോൾ അതാണ് അവിടുത്തെ ഗോത്ര സമൂഹം പാലിച്ചത്. വലിയ സമ്മർദ്ദമാണ് ഈ കൊല്ലണം. കാരണം നുറുക്കി കഷണങ്ങളായിട്ട് ഇത് യമൻ പൗരന്, രാജ്യത്തിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്, ഗോത്ര വിഭാഗങ്ങളുടെ ഗോത്രവികാരമുണ്ട്. കൊല എന്ന് പറയുന്നത് അവിടെ വലിയൊരു കാര്യമൊന്നുമല്ല. നിങ്ങൾ ഇങ്ങനെ ഒരാളിനെ, പാപിയെ കൊല ചെയ്താൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകും എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. ഇയാൾ പാപിയാണ്, അല്ലെങ്കിൽ ഇത് ഒരു കാഫിറാണ് എന്നുള്ളൊരു വിശ്വാസം നിങ്ങളെ സ്വർഗത്തിലെത്തിക്കും എന്നുള്ളൊരു വിശ്വാസം അവിടെ നിൽക്കുന്നു. അത് അന്ധവിശ്വാസമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, പക്ഷേ അവരിൽ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരു ഗോത്ര സമൂഹത്തിനോടാണ് നമ്മൾ ഇടപെടുന്നത്. അല്ല, സിവിലൈസ്ഡായിട്ടുള്ളൊരു സൊസൈറ്റിയോടല്ല നമ്മൾ ഇടപെടുന്നത്. അതിന് പറ്റിയ ഇൻ്റർലൊക്യൂട്ടർ തീർച്ചയായിട്ടും രഞ്ജിനി പറഞ്ഞതുപോലെ കാന്തപുരം തന്നെയാണ്. പക്ഷേ കാന്തപുരത്തിൻ്റെ വാക്കുകൾ പോലും അവർ തള്ളിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇന്നലെ തന്നെ ഇത് ക്യാൻസൽ ചെയ്യപ്പെടേണ്ടതാണ്. നമ്മൾ സത്യമായിട്ട് കാണണം. അദ്ദേഹത്തിന് പോലും ഈ മഹാഗ്രന്ഥത്തിനു മുമ്പിൽ നമിക്കേണ്ടി വരുന്നു. കാന്തപുരം എന്ന് പറയുന്നത് നമ്മുടെ ഏതൊരു പൗരനും നമ്മുടെ ഭരണഘടനയ്ക്ക് മുകളിലല്ല എന്ന് പറയുന്നത് പോലെ അവിടുത്തെ ഭരണഘടന എന്ന് പറയുന്ന ഖുർആനാണ്. അതിന് മുകളിലല്ല ഒരു കാന്തപുരവും ഒരു ഷുറ കൗൺസിലും അതുപോലെ തന്നെ ഒരു ഷെയ്ഖ് ഹബീസ് ഉമറും. അതാണ് അതിൻ്റെ പ്രശ്നം. മറ്റൊരു രാജ്യമാണ്, ഇന്ത്യയുടെ യാതൊരു താല്പര്യവുമില്ലാത്ത ഒരു രാജ്യമാണ്. നമ്മൾ യുദ്ധങ്ങളും കലഹങ്ങളും ശത്രുക്കളുമല്ല. കാര്യം അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു മരവിപ്പിച്ച് വെച്ചേക്കുന്ന ഒരു അവസ്ഥയിൽ സർ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോൾ വേണമെങ്കിലും ജീവൻ പോകാവുന്ന ഒരു തരത്തിലാണ് നിമിഷപ്രിയയുടെ ഈ ഒരു ഇത്. നമ്മുടെ ചർച്ച അവസാനിക്കാറുമായി. എന്തായിരിക്കും ഇനിയുള്ള തീരുമാനങ്ങൾ? തന്ത്രങ്ങൾ മെനയാൻ അജിത് ഡോവലിനെ പോലുള്ള, എസ് ജയശങ്കറിനെ പോലുള്ള അതിസമർത്ഥരായിട്ടുള്ള, അതിബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. ബുദ്ധിപ്രയോഗം മാത്രമാണ്. മതത്തിൻ്റെ പ്രയോഗം ഇവിടെ നിലച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ ഇത് നീട്ടിവെക്കേണ്ടി വരുന്ന പ്രക്രിയയിൽ ഇടപെടാൻ തയ്യാറായ കാന്തപുരത്തിൻ്റെ തുറന്ന കാരുണ്യമുള്ള മനസ്സിനെ നമ്മൾ അഭിനന്ദിക്കുന്നു. കാരുണ്യത്തിൻ്റെ മതമാണെന്ന് അവകാശപ്പെടുന്ന, സമാധാനത്തിൻ്റെ മതമാണെന്ന് അവകാശപ്പെടുന്ന ഈ കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപക്ഷേ സനായിൽ, യമനിൽ പോയിട്ട് അവർ കൺവിൻസ് ചെയ്യാൻ, അദ്ദേഹത്തിന് ഈ ഭാഷകളൊക്കെ അറിയാവുന്ന ആളാണല്ലോ, ബഹുമാനിക്കപ്പെടുന്ന ആൾ, അദ്ദേഹം തന്നെ പോയിട്ട് ഇത് ചർച്ച ചെയ്യണം അവിടെ എന്നുള്ളതാണ്. അവരെ ഈ ഖുറാൻ്റെ ഭാഷയിൽ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഖുർആൻ എതിരാണ് അവർ ചെയ്യുന്നതെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഈ ശിക്ഷ ഇളവാക്കപ്പെടൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ആ ഭരണകൂടം അങ്ങനത്തെ ഒരു ഭരണകൂടമാണ്. അവർക്ക് വേറൊരു രാജ്യവുമായിട്ടൊരു യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ബന്ധങ്ങളില്ല, സൈനിക ബന്ധങ്ങളില്ല, ഒന്നുമില്ല. ആകെയുള്ളത് ഇറാനുമായിട്ടാണ്. ആ സമയം നോക്കി ഇസ്രായേൽ ഒരു യുദ്ധം നടത്തി ഇറാനെ ഇപ്പോൾ ഏതാണ്ട് നിഷ്ക്രിയവും നിഷ്പന്ദവും ആക്കിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവൻ്റെ രാജ്യം ഒന്ന് റിനോവേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളിലാണ് അവർ, റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അവർ. ഇതിലൊന്നും അവരുടെ ഇടപെടലില്ല. അവർക്ക് വലിയ പ്രശ്നങ്ങൾ അവർക്ക് വേറെ ഉണ്ട്. ഇതാണ് സിറ്റുവേഷൻ. അല്ലെങ്കിൽ ഇറാൻ നമ്മളെ തീർച്ചയായിട്ടും ഇരു കൈകളോടും കൂടി സഹായിക്കുമായിരുന്നു.